നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ കലണ്ടറിനെ കുറിച്ചും ഔദ്യോഗിക ഭാഷയെക്കുറിച്ചും പഠിക്കാം. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. ഈ ശകവർഷം ആരംഭിക്കുന്നത് അറിഞ്ഞിരിക്കുക, ശകവർഷമാണ് ദേശീയ കലണ്ടർ. ഈ ശകവർഷം ആരംഭിക്കുന്നത് AD 78 ശകവർഷം ആരംഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കുഷാന രാജാവായ കനിഷ്കനോട് കൂടിയാണ് ഇന്ത്യയിലെ ശകവർഷം ആരംഭിക്കുന്നത്. 1957 മാർച്ച് 22 ശകവർഷത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. വർഷം ഓർത്തിരിക്കുക, 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചു. അറിഞ്ഞിരിക്കുക, ഓക്കെ ആണല്ലോ. ഇനി ഓർത്തിരിക്കുക, ശകവർഷം അല്ലെങ്കിൽ ദേശീയ കലണ്ടറിൻ്റെ ആദ്യ മാസം ആരംഭിക്കുന്നത് ചൈത്രമാണ്. ചൈത്രമാസമാണ് ആദ്യ മാസം. അങ്ങനെയെങ്കിൽ അവസാന മാസമാണ് ഏത്? ഫൽഗുണു. ഓർത്തിരിക്കുക, ഫൽഗുണുവാണ് ഏറ്റവും അവസാന മാസം. അറിഞ്ഞിരിക്കുക. കലണ്ടർ റീഫോം കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അറിഞ്ഞിരിക്കുക മേഘനാഥ് സാഹ. ഓർത്തിരിക്കുക, നമ്മുടെ ഈ പറഞ്ഞ ശകവർഷം അത് റീഫോം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? മേഘനാഥ് സാഹ. ഓർത്തിരിക്കുക, മേഘനാഥ് സാഹ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഔദ്യോഗിക ഭാഷയാണ്. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇത്. ഹിന്ദിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അറിയാലോ. അപ്പോൾ ഹിന്ദിയാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത്, ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഹിന്ദിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭരണഘടനാ വകുപ്പുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഏതാണത്? 343 ഒന്നാണ്. അപ്പോൾ അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം ഏതാണ്? 343. ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്ന അനുച്ഛേദമാണ് 343. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് അറിയപ്പെടുന്നത്. കാരണം 1949 സെപ്റ്റംബർ 14 അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ബീഹാറാണ് ആദ്യമായിട്ട് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് 1881 ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ബീഹാർ സ്വീകരിക്കുന്നത്. ഹിന്ദി ഭാഷയുടെ ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയാണെന്ന് അറിഞ്ഞിരിക്കുക. ആണല്ലോ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഹിന്ദി കോൺഫറൻസ് ആദ്യമായിട്ട് ലോകത്ത് നടന്ന എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ നാഗ്പൂരാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഹിന്ദി കോൺഫറൻസ് നടന്ന സ്ഥലമാണ് ഇത്, നാഗ്പൂർ. വർഷം 1975 നാഗ്പൂരിൽ വെച്ച് നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മൗറീഷ്യസിലാണ്. അറിഞ്ഞിരിക്കുക, മൗറീഷ്യസ് ആണ് ആസ്ഥാനം എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു. ആര്? വിനോദ് ബാല അരുൺ. ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? വിനോദ് ബാല അരുൺ ആയിരുന്നു ആദ്യ സെക്രട്ടറി.